ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ്? തമിഴിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും അല്ലേ? കടയിൽ നിന്നൊക്കെ അത്യാവശ്യം വലിയൊരു ട്രീക്ക് നല്ല വിലയാകാറുണ്ടല്ലേ. അപ്പോൾ ഈ ക്രിസ്മസിന് നമ്മുടെ വീട്ടിൽ തന്നെ ചുരുങ്ങിയ ചിലവിലുണ്ടാക്കിയ ഒരു ക്രിസ്മസ് ട്രീ ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു കമ്പിയിലാണ് കേട്ടോ നമ്മളിന്ന് ക്രിസ്മസ് ട്രീ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. കുറച്ച് ഹൈറ്റും കൂടി കിട്ടാനായിട്ട് ഞാൻ അതിൻ്റെ അറ്റത്തൊരു പൈപ്പും കൂടെ ഒന്ന് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ആ കമ്പി ഒരു ചട്ടിയിൽ വെച്ച് കുറച്ച് മണലിട്ടൊന്ന് ഉറപ്പിച്ചെടുക്കുകയാണ്. ഇല്ലെങ്കിൽ നമ്മൾ ട്രീ എല്ലാം ചെയ്തെടുക്കുമ്പോഴേക്കും അത് മറിഞ്ഞു വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മണലിട്ടൊന്ന് ഉറപ്പിച്ച് കമ്പി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് കമ്പിയാണ്. പുറത്ത് പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള കുറച്ച് കട്ടിയുള്ള കമ്പിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏറ്റവും ടോപ്പിൽ നിന്നാണ് ഞാനിതിപ്പോൾ ചെയ്തു തുടങ്ങുന്നത്. ഏറ്റവും മുകൾ ഭാഗമാകുമ്പോൾ അവിടെ നമുക്ക് നീളം കുറച്ച് മതിയാകും. ഏറ്റവും ടോപ്പിൽ വെക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 6 കമ്പിയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. മുകൾ ഭാഗത്ത് നിന്ന് കുറച്ചൊന്ന് താഴേക്ക് മാറ്റി നമുക്ക് ഈ കമ്പി ഇവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒരുപാട് അടുപ്പിച്ചല്ല ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു ഡിസ്റ്റൻസ് ഇട്ടാണ് ഞാൻ ഒട്ടിച്ചേക്കുന്നത്. നമ്മളെല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് ക്രിസ്മസ് ട്രീ ചെയ്തെടുക്കാറ്. കടയിൽ നിന്ന് വാങ്ങി വെക്കുന്നതിനേക്കാളും നമ്മൾ ഉണ്ടാക്കിയെടുത്ത ട്രീ ആകുമ്പോൾ നമുക്ക് ഒരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ. ഗ്ലൂ ഗൺ വെച്ചാണ് ഒട്ടിച്ചതെങ്കിലും ഞാനൊരു കമ്പിയും കൂടി ഇട്ടെന്ന് നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടുന്നുണ്ട്. അതിനുശേഷം സെല്ലോ ടേപ്പ് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ കമ്പിയുടെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും കൊള്ളാതെ നീറ്റായിട്ട് ഫുള്ള് കവർ ചെയ്തൊന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ചുറ്റിയെടുത്ത കമ്പിയുടെ കുറച്ച് താഴെയായിട്ട് അടുത്ത കമ്പി പിടിപ്പിച്ച് കൊടുക്കാം. ഇതൊരു എൽ ഷേപ്പിൽ വളച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒട്ടിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. ആദ്യം കട്ട് ചെയ്ത കമ്പിയേക്കാളും കുറച്ചും കൂടി നീളത്തിലാണ് ഞാൻ രണ്ടാമത്തെ വരിയിലേക്ക് വേണ്ടി കമ്പി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. മുകളിലത്തെ കമ്പി സെറ്റ് ചെയ്തേക്കുന്ന അതേ കമ്പിയുടെ നേരെ താഴെയല്ല താഴത്തെ കമ്പി സെറ്റ് ചെയ്യേണ്ടത്. മുകളിലത്തെ 2 കമ്പിയുടെ ഗ്യാപ്പിൻ്റെ നേരെ താഴെയാണ് താഴത്തെ വരിയിലെ കമ്പികൾ ഒട്ടിച്ചേക്കുന്നത്. ഇവിടെ രണ്ടാമത്തെ വരി ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ പോലെ തന്നെ കമ്പി ഇട്ടൊന്ന് കെട്ടി സെല്ലോ ടേപ്പ് കൊണ്ടും കൂടി ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. ഇനി അടുത്ത വരി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓരോ വരിയിലും 6 കമ്പി വീതമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ മുകളിലത്തെ കമ്പിയേക്കാളും കുറച്ചും കൂടി നീളത്തിലെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് നല്ലൊരു ട്രീയുടെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. ഇവിടെ ഒരു 3 വരി നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് താഴേക്കും കൂടി കമ്പികൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേ രീതിയിൽ എത്ര ഹൈറ്റുള്ള ട്രീ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ എക്സ്പെൻസിലും അതുപോലെ തന്നെ വളരെ വേഗത്തിലും ചെയ്തെടുക്കാൻ പറ്റിയൊരു ഐഡിയ ആണിത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 തട്ടുള്ളൊരു ട്രീ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ബാക്കി തട്ടുകളും കൂടി നമുക്കൊന്ന് സെറ്റാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ എല്ലാ തട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെ വന്നപ്പോഴേക്കും കമ്പിക്ക് നല്ല നീളത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്കതൊരു ട്രീയുടെ ഷേപ്പ് കിട്ടുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ പച്ച പുല്ലിൻ്റെ റിബണൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. ആദ്യം ഞാൻ നടുക്കത്തെ കമ്പിയിലാണത് ചുറ്റി കൊടുക്കുന്നത്. നടുക്കത്തെ കമ്പിയിൽ നമ്മൾ പച്ച റിബൺ ചുറ്റിയെടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി സൈഡിലുള്ള കമ്പിയിലെല്ലാം റിബൺ ചുറ്റിയെടുക്കാം. ഈ പുല്ല് പോലത്തെ ഈ റിബൺ വാങ്ങുന്നതിന് അത്ര വലിയ വിലയൊന്നും ആകില്ല കേട്ടോ. വളരെ ചെറിയ എമൗണ്ടിൽ തന്നെ നമുക്കത് മേടിക്കാനായിട്ട് കടകളിൽ കിട്ടാറുണ്ട്. ഇനി ഓരോ കമ്പിയിലും ചുറ്റി ആവശ്യമുള്ള ഭാഗം വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു ചെറിയ കമ്പിയിലാണ് ഈ പുല്ല് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകം നൂലൊന്നും വിട്ട് കെട്ടിക്കൊടുക്കേണ്ടതില്ല. അതിൽ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് ചുറ്റി വെച്ചാൽ മതിയാകും. ഇനി ബാക്കി എല്ലാ കമ്പിയിലും ഇതുപോലെ തന്നെ ചുറ്റി കൊടുക്കാം.
അപ്പോൾ നമ്മളിവിടെ എല്ലാ കമ്പിയിലും റിബൺ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ ഏകദേശം ട്രീ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി ട്രീ അലങ്കരിക്കാനുള്ള ഐറ്റംസ് എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. നടുക്കത്തെ കമ്പിയിലായിട്ട് ഞാനിവിടെ റെഡും സിൽവറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു റിബൺ കൂടി ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് വളരെ മനോഹരമായിട്ട് നമ്മളിവിടെ ട്രീ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചട്ടിയിൽ മണലൊക്കെ ഒന്ന് കവർ ചെയ്യാനായിട്ട് നമുക്ക് അവിടെ കുറച്ച് പുല്ല് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം.